Hi children, today you are going to study what is data handling. What is data? The information collecting from some sources, that is known as data. നമുക്ക് കുറച്ച് വിവരങ്ങൾ അറിയാം, അതിനെ എവിടെന്നെങ്കിലും ശേഖരിക്കുന്നതിനെയാണ് ഡാറ്റ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് number of students in each class will take, that is a data. Okay, you can see the attendance register of your teacher, so that in that data will be entered like this: number of students, who is the which are the names of the students, etc. And when you look at the register, you will understand who are present today. Adin teacher mark cheyumbo you will understand who are present today. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതിനെയാണ് ഡാറ്റാസ് എന്ന് പറയുക. സോ ദിസ് ഈസ് അബൌട്ട് സ്കൂൾ. പിന്നെ അതുകൂടാതെ നമ്മൾ പബ്ലിക്കായിട്ട് പല കാര്യങ്ങളും, എത്ര വീടുകളിൽ കോവിഡ് ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഈ കാലത്ത് കണക്കെടുക്കുന്ന കാര്യങ്ങളാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡ്സ് ഇൻ ഡാറ്റ. അപ്പോൾ എത്ര പേർക്ക് കോവിഡ് വന്നു എന്നൊക്കെ ദിവസം daily it is coming in TV and newspaper. So these are all data collection. Data collect ചെയ്തിട്ടാണ്, അല്ലാതെ എങ്ങനെ പറയാൻ പറ്റുക? സോ ഇറ്റ് ഈസ് നോൺ ആസ് ഡാറ്റ കളക്ഷൻ. അപ്പം നമ്മൾ ചെറിയ എക്സാമ്പിൾ പറയാം, സ്മോൾ എക്സാമ്പിൾ. യു ആർ ഇൻ യുവർ ഹോം, അതായത് ലിസ്റ്റ് ചെയ്യാം. ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ റെസിപ്റ്റ് അല്ല, ബിൽ ഫ്രം ദ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ റൈസ് 3 kg, 1 packet ബ്രെഡ്. അപ്പം റൈസ് എന്ന് എഴുതും 3 kg, ബ്രെഡ് 1 packet, ബിസ്ക്കറ്റ് 4 packets, എഗ് 6. ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചെറുതായിട്ട് ദിസ് ഇസ് ലിസ്റ്റിംഗ് തിങ്സ് എന്ന് പറയും. ഇതിനെയാണ് ലിസ്റ്റ് ചെയ്യാന്ന് പറയാം. ഓക്കെ, അത് അതിൻ്റെ ഒരു പ്രൈമറി ആക്ഷനാണ്. ആൻഡ് ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്കൂളിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ പെർട്ടിക്കുലർ ക്ലാസ്, ദാറ്റ് ഈസ് ഓൾസോ ലിസ്റ്റിംഗ് തിങ്സ് തന്നെയാണ്. ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്ര, നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഇൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ്, നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ തേർഡ് സ്റ്റാൻഡേർഡ്, അങ്ങനെ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഫോർത്ത് സ്റ്റാൻഡേർഡ്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് അതിന് താഴെ ടുഡേ ഇസ് പ്രസൻറ്റ്, ഇന്ന് എത്ര പേരുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ അതൊരു കോളമായിട്ട് നമ്മൾ എഴുതി സൂക്ഷിക്കുന്നതാണ്, ഒക്കെ ഡാറ്റ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു മെത്തേഡ്, ദർ ഇസ് അനദർ മെത്തേഡ്, ദാറ്റ് ഈസ് നോൺ ആസ് പിക്ടോഗ്രാഫ്. വാട്ട് ഈസ് പിക്ടോഗ്രാഫ്? ദാറ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി തറലി, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. വാട്ട് ഈസ് പിക്ടോഗ്രാഫ്? പിക്ടോഗ്രാഫ് മീൻസ് പിക്ടോഗ്രാഫ് യൂസ് പിക്ചേഴ്സ് ഓർ സിംബൽസ്. Pictures or symbols to represent facts or number. Pictograph means it uses symbols or pictures for understanding or for taking the data to represent facts and numbers. These facts are known as data. ഈ ഫാക്ട്സ് അല്ലെങ്കിൽ ഈ നമ്പറിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഇപ്പം എന്താ പറയുക, നമ്മൾ ചില കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അത് എത്ര പേര് ചെയ്തു, അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ നമ്മൾ പല ടേബിളാക്കിയിട്ട് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ഡാറ്റ പിക്ചറായിട്ട് എഴുതി വെക്കുന്നതിനെയാണ് പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത്. പിക്ടോഗ്രാഫ് പിക്ടോഗ്രാഫിന് എന്ത് വേണം? ദർ ഷുഡ് ബി എ ടൈറ്റിൽ, ആദ്യം ഒരു ഹെഡിങ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ദ പിക്ചർ മീൻ. പിക്ചറിൻ്റെ അർത്ഥം എന്താണെന്നുണ്ടോ? ഓക്കെ, പിക്ചർ അല്ലെങ്കിൽ സിമ്പിൾ, ചില പിക്ചർ അല്ലെങ്കിൽ പിക്ചറിന് പകരം, ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ കുട്ടീനെ വരയ്ക്കുന്നത് പോലെ സിമ്പിൾ വിൽ ബി ദ. സിമ്പിൾ എന്തായിരിക്കും? സ്മൈലി ഫേസ് പോലുള്ള ഫേസ് വരയ്ക്കും. ആൻഡ് പിന്നെ ആ സിമ്പിളിൽ വാട്ട്സ് ദ മീനിങ് ഓഫ് ദ സിമ്പിൾ, അത് ഞാൻ പറഞ്ഞു തരാം. വെൻ ഐ എം റൈറ്റിംഗ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. You can take an example. In a school, in a class, the teacher asks them which are the
breakfast, what they had for breakfast. Breakfast എന്തൊക്കെ ഐറ്റം കഴിച്ചു എന്ന് ചോദിച്ചു. Okay, let us give the example. Breakfast food. Okay. Number of children. Number of children. So one is dosha, chapati, idli and patti. These are the items of breakfast they told. Okay, dosha, how many of them have had dosha that day? Okay, so these are the children. They have given the data. What is the data we have collected? The data about the breakfast that children had, and which how many of them had dosha? 1, 2, 3, 4. Because in the tare editino, one head means one child. One head means one child. ഒരു head എന്ന് പറഞ്ഞാൽ ഒരു കുട്ടീനെയാണ് ഉദ്ദേശിക്കുന്നത്. So dosha 1, 2, 3, 4 kids had dosha. Chapati 1, 2, 3, 4, 5, 6. 6 had chapati. 1, 2, 3, 4, 5. 5 had idli. 1, 2, 3, 4, 5, 6, 7, 8. 8 had patti. So this is the number of a class. ഒരു ക്ലാസ്സിലാണ്. അപ്പോൾ in a school there are 4 classes ഉണ്ട്. 20 ഇപ്പോൾ ഒരു ക്ലാസ്സിൽ എത്ര പേര് 20-25 ഉണ്ടെന്ന് കരുതാം. 4 ക്ലാസ്സസ് അല്ല, 6 or 7 ക്ലാസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ദാൻ 150 സെറ്റാണ്. ഓക്കെ, 150 ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡ്രോ 1, 1, 1, 1. അപ്പോൾ എന്താ ചെയ്യുക അറിയോ? ഒരു കുട്ടി എന്ന് പറയുമ്പോൾ കുറേ കുട്ടികളെ നമ്മൾക്ക് വരയ്ക്കണം വിചാരിക്കുക. ഇവിടെ 20 കുട്ടികൾ വരണമെന്ന് വിചാരിക്കാം. സപ്പോസ് വി ഹാവ്, അപ്പോൾ എല്ലാ കുട്ടികളും സ്കൂളിലെ എല്ലാ കുട്ടികളും ഇത് ഒരു ക്ലാസ്സിലെയാണ്. ദിസ് ഇസ് അബൌട്ട് ഓൺലി 1 ക്ലാസ്. ഇഫ് ദ ഹോൾ സ്കൂൾ ഈസ് the data of whole school has collected, so what will be the number? Suppose dosha 20 children had dosha. അപ്പോൾ 20ക്ക് പകരം 4 തന്നെയാണ് എഴുതിയത് എന്ന് കരുതുക. അതിൻ്റെ അർത്ഥം എന്താണ്? 1 head means 5 child എന്നാണ്. അങ്ങനെയും വരാം. അപ്പം അത് നിങ്ങൾ കൂടുതൽ പഠിക്കുന്നില്ല. ഒരു കുട്ടിക്ക് ഒരു തല വരച്ചാൽ 5 കുട്ടികളാണ് അർത്ഥം. അപ്പോൾ 1, 2, 3, 4 heads are there. 4, 5 are 20. ദാറ്റ് മീൻ ദോശ 20 സ്റ്റുഡൻസ് കഴിക്കില്ല. അങ്ങനെ ഇതൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ഫോർ higher numbers. Okay, anyway this is known as pictograph. Pictograph എന്താണെന്ന് മനസ്സിലാക്കുക. How to read the pictograph. അതിന് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്, അതിന് ഹെഡിങ് ഉണ്ടാവും. വാട്ട് ഈസ് ദ ഡാറ്റ അബൌട്ട് ആൻഡ് വാട്ട് ഈസ് ദ നമ്പർ, നമ്പർ ഓഫ് ചിൽഡ്രൻ ആണെങ്കിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് അബൌട്ട് ബാർ ഗ്രാഫ്സ്. അപ്പോൾ നമ്മളിപ്പോൾ പിക്ടോഗ്രാഫ് പഠിച്ചു. നെക്സ്റ്റ് ഈസ് അബൌട്ട് ബാർ ഗ്രാഫ്. bar graph. Okay,
What is bar graph? This is also by showing picture. പക്ഷേ പിക്ചർ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നോട്ട് സിമ്പിൾ. ഇറ്റ് ഈസ് ബ്ലോക്സ്, കുറേ കള്ളികളായിരിക്കും. ഓക്കെ, ഹൗ ടു ഡ്രോ ദാറ്റ് bar graphs. Suppose in a class, ഇപ്പോഴും about the class തന്നെയാണ്. In a class, children are asked to select their CCE activities. CCE എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ആക്ടിവിറ്റീസിന് ഏതൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു. ദ ഐറ്റംസ് ആർ ഡാൻസ്, മ്യൂസിക്, കരാട്ടെ, പിന്നെ ആർട്ട് ഉണ്ട്, യോഗ ഉണ്ട്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ തിങ്സ്. ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എത്ര പേർക്ക് ഡാൻസ് വേണം, ഹൗ മെനി ഓഫ് ദം നീഡ് മ്യൂസിക്, എറ്റ്സെട്ര എറ്റ്സെട്ര. സോ ലെറ്റ് us draw the graph. You will get a graph book and graph paper in which there will be small squares like this. Okay, so in that book we are drawing bar graph. But how will be that bar graph? There will be a line like this and each line will be equal width. ഒരേ equal width ഇങ്ങനെ ഗ്രാഫ് കള്ളികളുണ്ട്. ഓക്കെ, ആൻഡ് ഹിയർ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ വിൽ ബി മെൻഷൻഡ്. 0, ഹിയർ ഇറ്റ് വിൽ ബി 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Okay, so I am drawing how many of them are selected for dance. This much number is selected for dance. How many is that? If we scale, you can see it is against 8. But dance is selected. But we dance. How many? By looking at this picture, you will understand. It will be easy. Oh, 8 children opted dance. Then what is the number? Next one is music. Again, I am drawing a bar, and this is against 5. 5 in an area. So this is music. The children who is interested in music. Next one is art. This is against, if you keep your scale here, it is against 7. It is against 7. So, art. That means drawing 7. Next one is it is against 6. If you keep a scale here, you can see it is against 6. This is karate. And last one, yoga opted only 4 students. Then by looking this bar graph, you will understand which item have selected more. Selected the dance, and which item selected less. Selected the yoga. So this is the way to how we are drawing bar graphs. Bar graphs in varieties of content, but you have to learn only this. This is the basic things of the basic bar graph. Basic things of bar graph. അപ്പോൾ ഇത്രയാണ് ബാർ ഗ്രാഫിൽ പഠിക്കാനുള്ളത് നിങ്ങൾക്ക്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ലെസൺ. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.